ഞങ്ങൾ എൽസമ്മ പോയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇത് എൽസ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം കേട്ടോ. ഞാൻ ബാക്കിൽ നിന്നൊരു കറിവേപ്പിലേൻ്റെ തൈയും അതുപോലെ തന്നെ നമ്മൾ ലോങ്കൻ ഫ്രൂട്ടിൻ്റെ തൈയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും പറിച്ചിട്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെമ്പരത്തിൻ്റെ ഒരു കൊമ്പ് കൂടി മുറിച്ച് ഇതെല്ലാം കൂടി എൽസേനെ അടക്കം ചെയ്ത സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടാന്ന് വിചാരിച്ചു. റൈറ്റ് സൈഡിലാണ് തല. ആ സൈഡിൽ ഇങ്ങോട്ടെ തല വെച്ചിരിക്കണം. അതാണ് എൻ്റെ കൂടെ ചെടി നടാനൊക്കെ അവൾക്കിത് സംഭവിച്ച സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കോഴിക്കോടായിരുന്നു. അപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ രാത്രി തിരിച്ച് കയറിയത്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെയാണ് കറക്റ്റ് വെച്ചതെന്നൊന്നും. സങ്കടം വരുമ്പം കരയാണ്ടിരിക്കാനോ അല്ലെങ്കിൽ പറയാൻ തോന്നുമ്പോൾ പറയാണ്ടിരിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നമ്മളിങ്ങനെ വെൻ്റ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും അമ്മയും ഏട്ടനും ഞാനൊക്കെ പിന്നെയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. അച്ഛനാണ് കുറച്ച് സൈലൻ്റായിട്ട് ഇരിക്കുന്നത്. പക്ഷേ മുന്നത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ പ്രാവശ്യം എത്രയോ ബെറ്ററാണ്. എന്തായാലും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാം ബാക്ക് ടു നോർമൽ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആവും. അവൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ വയ്യാതെ കിടന്നു പോവാതെയൊക്കെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് അവൾ പോയിട്ടുള്ളത്.